എന്താണ് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അച്ഛന്റെ മനസ്സിൽ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താ പരിപാടി? വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മളിവിടെ ഒത്തിരി കേക്കൊക്കെ മുറിച്ച് എല്ലാവരോടും കൂടി ഒത്തൊരുമയോടും കൂടി ഇന്ന് ഇത്രയും ദിവസം ഇന്ന് രാവിലെ തൊട്ടും എല്ലാ പരിപാടിയിലും മംഗളമായിരുന്നു. പിന്നെന്താ വേണ്ട? ഫ്യൂച്ചർ ഇനി എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? ഒരു പ്ലാനും ഇല്ലേ? രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും ടൂറൊക്കെ പോവാൻ പ്ലാൻ ചെയ്യാൻ ടൂറാ? ടൂറെന്ന് പറയുമ്പോ എല്ലാരും കഴിഞ്ഞ കൊല്ലം പോയതല്ലേ, അതേപോലെ എല്ലാരും കൂടെ പോകാൻ ഇഷ്ടമുള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടെ പോവാൻ ഇഷ്ടമില്ല? അല്ല, അങ്ങനെയല്ല, അങ്ങനെ പോകണ്ട. ഒന്നിച്ച് കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ എവിടെയെങ്കിലും ഒക്കെ പോ. മതിയല്ലേ? അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താണ് കല്യാണം കഴിഞ്ഞ ആ ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഓർക്കണ്ട? ആ ദിവസം എന്തൊക്കെയാണ്? ആ ദിവസമായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്ന് സദ്യയൊക്കെ കഴിഞ്ഞ് വടക്കോട്ട് പോയി അമ്പലത്തിൽ ഇറങ്ങി ചെയ്തു. അവിടെ നിന്ന് വീണ്ടും വണ്ടിയിൽ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ അവിടെ സർക്കാരാദികളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് കുറച്ചേര് കൊണ്ടുവന്ന് ഇങ്ങോട്ട് തിരിച്ച് വന്നു. അതൊക്കെ ഒരു നല്ലൊരു നിമിഷങ്ങളായിരുന്നു. കാരണത്തെ ഓർമ്മ ദിവസം എപ്പോഴും മനസ്സിലുണ്ട്. ഞങ്ങൾക്ക് 3 പിള്ളേരുണ്ട്. എല്ലാവരും വിവാഹിതരാണ്. പേരക്കുട്ടികളുണ്ട്, 4 പേരക്കുട്ടികളുണ്ട്. ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇനിയും ഞങ്ങളുടെ മക്കൾക്ക് ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾക്ക് ഈ സന്തോഷം പങ്കിടാനുള്ളൊരു ദൈവാനുഗ്രഹം ഉണ്ടാവണമെന്ന് ദൈവത്തിനോട് ഞാൻ എന്നും എപ്പോഴും പ്രാർത്ഥിക്കും. കല്യാണ സാരിയുടെ കളർ എന്താണെന്ന് അറിയാവോ? അച്ഛനറിയാവോ? അച്ഛന്റെ അല്ല, അമ്മയുടെ കല്യാണ സാരിയുടെ കളർ പിങ്ക് കളറാ. പിങ്ക് ആണോ അമ്മ? പിങ്ക് എന്ന് പറയാൻ പറ്റൂല, ഒരു പിങ്ക് കളറിന്റെ എംബ്രോയിഡറി ഉണ്ടായി അവർക്ക്. ചന്ദന കളറുള്ള ഇതില് പിങ്ക് കളറ് എംബ്രോയിഡറി വർക്ക് ചെയ്ത ഒരു സാരിയായിരുന്നു. 3 മരുമക്കളും 3 മക്കളും. അപ്പം 6 പേര് മക്കളായി. അവിടെ വന്ന ആമക്കളും നല്ലതാണ്. സന്തോഷകരമായിട്ട് തന്നെ ഞങ്ങൾ ജീവിച്ചു പോകും. ഏറ്റവും നല്ലത്